എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇപ്പോഴത്തെ ഭരണപക്ഷത്തുള്ള മന്ത്രിമാരുടെ ഓരോ പ്രഖ്യാപനങ്ങളെയും കുറിച്ചാണ്. ഇന്ത്യ ഭരിക്കുന്ന ഭരണപക്ഷം, ആ ഭരണപക്ഷത്തുള്ള മന്ത്രിമാർ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ ഒക്കെ ശരിയാണ്. പക്ഷെ ഇവർ മറന്നുപോയ പല കാര്യങ്ങളുണ്ട്. അതവർ മറക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവർ മറന്നാലും ഇന്ത്യയിലെ ജനങ്ങൾ മറക്കില്ല. ഇന്ന് ഇന്ത്യ കൈവരിച്ച പുരോഗതികൾ എല്ലാം ഇന്നത്തെ ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതികളല്ല. അതിന് കംപ്ലീറ്റ് ഒരു നല്ല അടിസ്ഥാനം പാകിയത് മുൻ കാലങ്ങളിൽ ഭരിച്ചിരുന്ന ഭരണകൂടത്തിൻ്റെ പദ്ധതികളായിരുന്നു. അവർ പല പദ്ധതികളും നടപ്പിലാക്കി. ആ ബേസിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഭരണപക്ഷം പല പദ്ധതികളും നടപ്പിലാക്കുന്നത്. ഏത് പദ്ധതികൾ നടപ്പിലാക്കിയാലും മുൻകാലങ്ങളിലുള്ള ഭരണവും ഇപ്പോഴുള്ള ഭരണവും എന്ത് പദ്ധതികൾ നടപ്പിലാക്കിയാലും അതിൽ പല അപാകതകളും സംഭവിക്കാറുണ്ട്. അത് കറക്റ്റാണ്. എന്ത് രീതിയിൽ നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും അതിൽ ചില ലൂപ്പ് ഹോളുകൾ ഉണ്ടാകും. അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഇന്നത്തെ ഭരണപക്ഷം ചെയ്യുന്നത് സൂപ്പറാണ്, നല്ലതാണ്, എല്ലാ പദ്ധതികളും വിജയിപ്പിക്കുന്നു. പക്ഷേ ഭരണപക്ഷം ഒന്ന് വിചാരിക്കുക, നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം മുൻകാലങ്ങളിൽ അടിത്തറ പാകിയ ഭരണപക്ഷത്തിൻ്റെ ഓരോ പദ്ധതികളുമാണ്. അതിൻ്റെ അപാകതകളെ നിങ്ങൾ എന്താണെന്ന് കണ്ടെത്തുകയും അതിനെ കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഈ ഗവൺമെൻറ് നിലനിൽക്കുന്നത്, ജനം അംഗീകരിക്കുന്നത്. ഇതിനർത്ഥം എല്ലാ പ്രൗഢുകളും നിങ്ങൾക്ക് മാത്രം എടുക്കാവുന്നതല്ല. മറിച്ച് മുൻ നാളുകളിലെ പോയകാല ഗവൺമെൻറ്റിനും അതിൻ്റെ പ്രൗഢുണ്ട്. അവർ ആ പ്രൗഢ അവരും അർഹിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള ഓരോ പദ്ധതികളും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും അതിന് വിത്ത് പാകിയത്, അടിസ്ഥാനം പാകിയത് പഴയകാല ഗവൺമെൻറ്റുകളായിരുന്നു. അവരെ വിസ്മരിക്കരുത്. ചില മന്ത്രിമാരുടെ ഈ പ്രസ്താവനകൾ അവരെല്ലാം വിസ്മരിച്ചു കൊണ്ടുള്ളൊരു പ്രസ്താവനകളാണ്. തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. ഇനി നിങ്ങൾക്ക് ഈ ഭരണപക്ഷത്തിന് വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടേണ്ടത് പ്രതിപക്ഷത്തിൽ നിന്നുമാണ്. പ്രതിപക്ഷവും അതനുസരിച്ച് തന്നെ ആയിരിക്കണം ഓരോ പ്രഖ്യാപനങ്ങളും ഓരോന്നും ചെയ്യേണ്ടത്. എന്നാൽ പ്രതിപക്ഷങ്ങൾ ആരോപിക്കുന്ന ചില ആരോപണങ്ങൾ ശരിയോ തെറ്റോ ആണെന്ന് അത് പബ്ലിക്കിന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഭരണപക്ഷത്തിൻ്റെ കടമയും കൂടിയാണ്. ഭരണപക്ഷം ചെയ്യുന്നതെല്ലാം ശരിയാകണമെന്നില്ല, അതിലുമുണ്ട് അപാകതകൾ. ആ അപാകതകളെ പ്രതിപക്ഷം കാട്ടുമ്പോൾ അത് ശ്രദ്ധിക്കണം. അതിന് അർഹിക്കുന്ന മറുപടി, അതിൻ്റെ ക്ലാരിറ്റി ഭരണപക്ഷം നടത്തേണ്ട ഒരു കാര്യവുമാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും യോജിച്ചു നടത്തുന്ന ഓരോ കാര്യങ്ങളും അത് വിജയത്തിലേ എത്തത്തുള്ളൂ. ഭരണപക്ഷം ചെയ്യുന്നതിന് അത് തെറ്റാണ്. ശരിയെയും തെറ്റെന്ന് വരുത്തി തീർക്കാൻ ഭരണപക്ഷം ശ്രമിക്കുന്നെങ്കിൽ അത് തെറ്റാണ്, അത് ചെയ്യരുത്. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത് പ്രതികരിക്കില്ല. അവർക്ക് പ്രതികരിക്കാൻ കിട്ടുന്ന സമയം ആ അടുത്ത ഒരു ഭരണമാറ്റ സമയത്തായിരിക്കും. അതുകൊണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും പരസ്പരം ചെളി വാരി എറിയാതിരിക്കാൻ ശ്രമിക്കുക. ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അത് പ്രതിപക്ഷം അംഗീകരിക്കണം. പ്രതിപക്ഷം ഹൈലൈറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ശരിയും തെറ്റും പബ്ലിക്കിന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ബാധ്യത ഭരണപക്ഷത്തിനുമുണ്ട്. ഭരണപക്ഷം ചെയ്യുന്നതെല്ലാം ശരിയെന്ന് കൊട്ടിഘോഷിക്കുന്നതും നന്നല്ല. ഇത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി
ആണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ശ്രമിക്കേണ്ടത്. പ്രതിപക്ഷത്തിനും അവരുടേതായ പല സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളെ ദൂരീകരിക്കേണ്ടത് ഭരണപക്ഷത്തിൻ്റെയും ആവശ്യവുമാണ്, അവരുടെ അവരുടെ ബാധ്യതയുമാണ്. പരസ്പരം ചെടിവാരി എറിയുന്നതിലല്ല ശ്രദ്ധിക്കേണ്ടത്, മറിച്ച് രണ്ടു കൂട്ടരും ഒന്നായി ഏകോപിച്ചുള്ള ഒരു അഭിപ്രായം ഏകോപിച്ച് നല്ലത് വേണ്ടി, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്തും നടത്തിക്കാനുള്ള ഒരു ബാധ്യത ഭരണപക്ഷത്തിനുണ്ട്. അത് സപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യത പ്രതിപക്ഷത്തിനുമുണ്ട്. സോ രണ്ടു കൂട്ടരുടെയും ഏകോപിച്ചിട്ടുള്ള പ്രവർത്തനം രാജ്യത്തിന് ഗുണം ചെയ്യും. അങ്ങനെ ആയിരിക്കണം വേണ്ടത്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.